നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊട്ടിത്തെറിക്കുന്ന മിഠായി രൂപത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ പുതിയ മയക്കുമരുന്ന് എത്തുന്നുവെന്ന് റിപ്പോർട്ട്. അത് വ്യാജമാണോ അതോ യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല. സ്ട്രോബെറി കിക്ക് എന്ന പേരിൽ ഇത്തരം മയക്കുമിഠായികളെ കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കുന്ന മിഠായി രൂപത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ പുതിയ മയക്കുമരുന്ന് എത്തുന്നെന്ന വാർത്ത രക്ഷിതാക്കളിലും അധികൃതരിലും ആശങ്ക ഉയർത്തുന്നു. എന്നാൽ ഇത് എക്സൈസിനോ പോലീസിനോ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ മട്ടാഞ്ചേരിയിൽ മയക്കുമരുന്ന് വ്യാപകമാണ്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് മിഠായി രൂപത്തിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നുവെന്ന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല. 2007 മുതൽ ലോകത്തെ പല ഭാഗങ്ങളിലായി പ്രചരിക്കുന്ന സന്ദേശമാണിത്. സ്ട്രോബെറി കിക്ക് എന്ന മയക്കുമരുന്നിനായി പോലീസും എക്സൈസും പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം മാത്രം 165 മയക്കുമരുന്ന് കേസുകളാണ് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതെന്ന് SHO ഷിബിൻ പറഞ്ഞു. മയക്കുമരുന്നിന്റെ ഉപയോഗം മട്ടാഞ്ചേരി ഭാഗത്ത് വർദ്ധിക്കുന്നു. തമാശയ്ക്ക് പോലും MDMA ഉപയോഗിക്കരുത്, പിന്നെ അതിന് അടിമപ്പെടും. സ്കൂൾ വിദ്യാർത്ഥികളായ മക്കൾ വീട്ടിൽ വരുമ്പോൾ രക്ഷിതാക്കൾ ബാഗ് ഉൾപ്പെടെ പരിശോധിക്കണം. തന്റെ മക്കൾ മയക്കുമരുന്നിന് അടിമയാണെന്ന് അറിയുമ്പോൾ പലപ്പോഴും വൈകിപ്പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസും എക്സൈസും പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. പോലീസിന്റെ പ്രത്യേക സ്ക്വാഡും ഇവ തേടി രംഗത്തുണ്ട്. സ്ട്രോബെറിയുടെ മണമുള്ളതാണത്രേ വാർത്തകളിലുള്ള വിവാദ മയക്കുമിഠായി. സ്ട്രോബെറി മെത്ത്, സ്ട്രോബെറി കിക്ക് എന്നും വിളിപ്പേരുണ്ട്. ചോക്ലേറ്റ്, പീനട്ട് ബട്ടർ, കോള, ചെറി, മുന്തിരി, ഓറഞ്ച് എന്നീ രുചികളിൽ ഇറങ്ങുന്ന ചില ഇനം മിഠായികൾ സംശയനിഴലിലുണ്ട്. പശ്ചിമ കൊച്ചിയിൽ സ്കൂൾ പരിസരത്ത് മയക്കുമരുന്ന് വിൽപ്പന തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറയുന്നു. എക്സൈസുമായി ചേർന്ന് സ്ക്വാഡിന് രൂപം നൽകി അന്വേഷണം ഊർജിതമാക്കും. സ്ട്രോബെറി കിക്ക് എന്ന പേരിലാണ് സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വിതരണം ചെയ്യുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത്. വിവിധ ഫ്ലേവറുകളിൽ ഈ മിഠായികൾ ലഭിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് പോലീസ്, എക്സൈസ്, നർക്കോട്ടിക് വിഭാഗങ്ങൾ നിരീക്ഷണം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. വാർത്തയുടെ ഉറവിടം തേടാനും സൈബർ പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചു. ലഹരി മിഠായിയായി വാർത്ത പരന്നതോടെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും കടുത്ത ആശങ്കയിലാണ്. എന്നാൽ വ്യാജ പ്രചാരണമാണ് ഇതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2007 പ്രശസ്ത ബ്രാൻഡായ നെസ്ക്വിക്കിന്റെ പേരിലാണ് സ്ട്രോബെറി ക്വിക്ക് എന്ന ഈ തട്ടിപ്പ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. കുട്ടികളെ ആകർഷിക്കുന്നതിനായി ലഹരിമരുന്ന് വ്യാപാരികൾ മെത്താഫെറ്റമൈനിൻ രുചിയും നിറവും ചേർക്കുന്നുണ്ടെന്നായിരുന്നു സന്ദേശം. ഇമെയിൽ വഴിയായിരുന്നു ഈ പ്രചാരണത്തിന്റെ തുടക്കം. പിന്നീട് പല മാധ്യമങ്ങളും ഈ സന്ദേശം വാർത്തയാക്കി. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാധ്യമമായ സ്നോപ്സ് ഈ പ്രചാരണം വ്യാജമാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. DEA, വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് നാഷണൽ ഡ്രഗ് കൺട്രോൾ പോളിസി അധികൃതരിൽ നിന്നടക്കം ഈ വിഷയത്തിൽ പ്രതികരണം തേടിയ ശേഷമായിരുന്നു ഇത്. 2018 ഈ സന്ദേശം നൈജീരിയയിലും വൈറലായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചത്. സ്ട്രോബെറി ക്രിസ്റ്റൽ മെത്ത് ഓർ സ്ട്രോബെറി ക്വിക്ക് മിഠായി എന്ന തരത്തിൽ കുട്ടികൾക്ക് നൽകുന്നതായി റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു നാഷണൽ ഡ്രഗ് ലോ ഫോഴ്സ് ഏജൻസി വക്താവ് ജോന അച്ചമെ അന്താരാഷ്ട്ര മാധ്യമമായ ആഫ്രിക്കൻ ചെക്കിനോട് പ്രതികരിച്ചത്. ഏതായാലും നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള മിഠായികൾ വ്യാപകമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ. പക്ഷേ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.